ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട്. യേശുനാഥനാകട്ടെ അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സുവിശേഷ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ സൗഖ്യപ്പെടുത്തലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, യേശുനാഥൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്നാണ്. ഇസ്രായേൽക്കാരുടെ ചിന്തയും അവരുടെ അറിവുമൊക്കെ അനുസരിച്ച് ഒരാൾക്ക് അസുഖം ബാധിക്കുന്നത് അയാൾ ചെയ്ത പാപങ്ങളെ കരുതി ദൈവം കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് അവർ കരുതിയിരുന്നത്. പ്രത്യേകിച്ച് കുഷ്ഠരോഗം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സൗഖ്യപ്പെടുത്താനാകാത്ത ഒരു അസുഖമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ശാപമായിട്ടാണ് കരുതിയിരുന്നത്. ദൈവം കൊടുക്കുന്ന ഒരു വലിയൊരു ശാപമായിട്ട്, അവൻ്റെ പാപങ്ങളെ പ്രതിയോ അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപങ്ങളെ പ്രതിയോ ഒക്കെ അവന് ലഭിച്ചിരിക്കുന്ന ഒരു പാപം. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു ശാപത്തിൻ്റെ അനന്തരഫലമാണ് ഇവൻ്റെ അസുഖം. അങ്ങനെയാണ് ആ സമൂഹം അത് കണ്ടിരുന്നത്. പക്ഷേ യേശുനാഥനെ കുറിച്ച് പറയുന്ന അവൻ കരുണ തോന്നി അവനെ സൗഖ്യപ്പെടുത്തിയെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം തിരുത്തി കുറിക്കുന്നതായിരുന്നു ഈ വാക്ക്. അവന് എല്ലാ മനുഷ്യരോടും കരുണയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾ ബാധിച്ചിരുന്നവരോടും പിശാച് ബാധിച്ചിരുന്നവരോടും ഒക്കെ അവന് വലിയൊരു കരുണയുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശാപമോ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഫലമല്ല ഈ അസുഖങ്ങളെന്നും ഈ പിശാച് ബാധയെന്നും ഒക്കെ യേശുനാഥൻ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സൗഖ്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ അനന്തമായ കരുണയുടെ ഇടപെടലുമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകളെ യേശുനാഥൻ തിരുത്തി കുറിക്കുകയാണ്. ദൈവം കോപിക്കുന്നൊരു ദൈവത്തെക്കാൾ ഉപരി മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ കരുണ തോന്നുന്നൊരു ദൈവമാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തുകയാണ്. ഇതേ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നതും യേശുവിൻ്റെ ഈ ഒരു കരുണയുള്ള മുഖം നമുക്കും ഉണ്ടാവണമെന്നാണ്. ചുറ്റുമുള്ള മനുഷ്യരെ ശാപത്തോടെയും വെറുപ്പോടെയും ദ്രോഹത്തോടെയൊക്കെ കാണുന്നതിന് പകരം കരുണയോടെ കാണുവാനും യേശുനാഥനെ പോലെ അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തിയതുപോലെ നമ്മളാൽ കഴിയും വിധം അവർക്ക് നന്മ ചെയ്യാനും കഴിയണമെന്ന് യേശുനാഥൻ ഓർമ്മിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായ ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ, അതിനെല്ലാം കവച്ചു വയ്ക്കുന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ കരുണയും അവിടുത്തെ അനുകമ്പയും ഒക്കെ. അവിടെ നിന്ന് കണ്ടുമുട്ടിയ ഓരോ മനുഷ്യനിലും അവിടെ നിന്ന് കരുണ വർഷിക്കുകയായിരുന്നു. അപ്പം എന്നോടും യേശുനാഥൻ പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഏതവസ്ഥയിലും ഈ ലോകം എങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും യേശുനാഥൻ എന്നോട് കരുണയുണ്ട്, അവന് മനസ്സുമുണ്ട്. സുവിശേഷത്തിൽ ഈ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ ഓരോ മനുഷ്യനും സൗഖ്യമുണ്ടാകാൻ മനസ്സുള്ള ദൈവവും കൂടെയാണ് യേശുനാഥൻ. അപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഓടിയെത്താനും മനസ്സുള്ള ദൈവത്തിൻ്റെ കരുണയുള്ള സ്പർശം ലഭിക്കുവാനും ഞാൻ തയ്യാറാകണം. ഈ ഒരു കൃപയ്ക്കും ബലത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.